ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളെ പറ്റിയാണ്. ഉപദ്വീപീയ നദികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളെന്നും കിഴക്ക് വശങ്ങളിലേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളെന്നും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും പിച്ചിയുമാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് കിഴക്ക് വശങ്ങളിലേക്ക് ഒഴുകുന്ന നദികളെ പറ്റിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൽ കിഴക്ക് വശങ്ങളിലേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന നദികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയ നദികൾ. ഈ നദികളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന നദിയാണ് ഗോദാവരി എന്ന് പറയുന്ന നദി. ഗോദാവരി നദിയുടെ ഉത്ഭവം ചോദിച്ചിട്ടുണ്ട്. ഗോദാവരി നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി. അപ്പോൾ സഹ്യാദ്രിയിലെ ത്രയംബക മലനിരകളിൽ നിന്നാണ്, ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത്, ഗോദാവരി നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. 1465 കിലോമീറ്റർ ആണ് ഗോദാവരി നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഗോദാവരി. ഗോദാവരി നദിയുടെ വിശേഷണമാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ആൻസർ? ഗോദാവരിയാണ്. ഗോദാവരി നദിയെ വിളിക്കുന്നവരാണ് വൃദ്ധഗംഗ എന്ന് പറയുന്നത്. ഇനിയും രണ്ട് സ്ഥലങ്ങൾ ഓർത്തു വെക്കുക. അതിൽ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി, ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ജീവരേഖ ഗോദാവരി തന്നെയാണ്. ഇനിയും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം, അത് ഗംഗയാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിക്കുകയാണെങ്കിൽ 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഗംഗ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയല്ല. ഗംഗയുടെ കുറച്ചു ഭാഗങ്ങൾ പത്മ എന്ന പേരിൽ മറ്റൊരു രാജ്യത്തിലൂടെ ഒഴുകുന്നുണ്ട്. ആ രാജ്യത്തിന്റെ പേര് ബംഗ്ലാദേശ് എന്നാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുക, ഗോദാവരി ഒഴുകുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെയാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഇനിയും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ആൻസർ ഏത് തന്നെയാണ്? ഗോദാവരിയാണ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഏതാണ്? ഗോദാവരിയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഡെക്കാൻ പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇതാ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി, അതിന്റെ ആൻസറും ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി കിഴക്ക് വശത്തേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് അല്ലെ, ഒരു സംശയവുമില്ല. കിഴക്ക് വശത്തേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന നദിയാണ് ഗോദാവരി. അപ്പോൾ കിഴക്ക് വശങ്ങളിലേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ ആൻസർ ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. അപ്പോൾ ഗോദാവരിയെ പറ്റിയുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇനിയും ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൽ കിഴക്ക് വശങ്ങളിലേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഗോദാവരി എവിടെയാ വന്ന് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്ന നദി കൂടിയാണ് ഇത് ഗോദാവരി എന്ന് പറയുന്നത്. ഇനി ഗോദാവരിയെ പറ്റി പറയുന്ന സമയത്ത് ഗോദാവരിയുടെ പ്രധാന
പ്രധാനപ്പെട്ട പോഷക നദികൾ കൂടി നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് ശബരി എന്ന് പറയുന്നത്. ശബരി മാത്രമല്ല, ശബരിയുണ്ട്, കൂടെ പൂർണ്ണ, ശബരി, പൂർണ്ണ, ഇന്ദ്രാവതി, പ്രാണഹിത, പെൻഗംഗ, ഇതെല്ലാം ആരുടെ പോഷക നദികളാണ്? ഇതെല്ലാം ഗോദാവരിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികളായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട നദികളാണ് ശബരി, പൂർണ്ണ, ഇന്ദ്രാവതി, പ്രാണഹിത, പെൻഗംഗ എന്നിവ. ഇനിയും മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് നദീതീര പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നഗരം തന്നിട്ട്, ഏതെങ്കിലും ഒരു പട്ടണം തന്നിട്ട് അത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിക്കും. നാസിക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലെ നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. നിസാമാബാദ് ഗോദാവരിയുടെ തീരത്താണ്. രാജമുന്ദ്രി, ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. ഭദ്രാചലം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. തെലങ്കാനയിലെ കാലേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ തീരത്താണ്. അപ്പോൾ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നാസിക് നമുക്ക് പറയാൻ പറ്റും, നിസാമാബാദ് നമുക്ക് പറയാൻ പറ്റും, രാജമുന്ദ്രി പറയാൻ പറ്റും, ഭദ്രാചലം പറയാൻ പറ്റും, കാലേശ്വരം പറയാൻ പറ്റും. ഇനിയും ഗോദാവരി നദിയിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ നമുക്ക് പഠിക്കണം. ആ അണക്കെട്ടുകളിൽ ആദ്യത്തെ അണക്കെട്ടായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡാമാണ് കാലേശ്വരം ഡാം എന്ന് പറയുന്നത്. കാലേശ്വരം എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് എന്ന് നമ്മൾ പഠിച്ചു. കാലേശ്വരം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിൽ തന്നെയാണ്. നദിയുടെ പേര് ഗോദാവരി. നദിയുടെ പേര് ഏതാണ്? ഗോദാവരി. അപ്പോൾ ഗോദാവരി നദിയിൽ തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പേരാണ് കാലേശ്വരം എന്ന് പറയുന്നത്. മറ്റൊരു അണക്കെട്ടാണ് ശ്രീറാം സാഗർ എന്ന് പറയുന്നത്. തെലങ്കാനയിലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അണക്കെട്ടിന്റെ പേരാണ് ശ്രീറാം സാഗർ എന്ന് പറയുന്നത്. നിസാം സാഗർ ഡാം ഗോദാവരി നദിയിലാണ്, തെലങ്കാനയിൽ തന്നെയാണ്. അപ്പോൾ ഗോദാവരി നദിയില് തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഡാമുകളാണ് കാലേശ്വരം ഡാം, ശ്രീറാം സാഗർ ഡാം, നിസാം സാഗർ ഡാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അണക്കെട്ടാണ് പോളാവാരം ഡാം ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ തെലങ്കാന അല്ല. അതിന്റെ ആൻസർ ഏതാണ്? ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോളാവാരം ഡാം. ജേക്കുവാടി എന്ന് പറയുന്ന സ്ഥലം മഹാരാഷ്ട്രയിലാണ്. ജേക്കുവാടി ഡാം മഹാരാഷ്ട്രയിലാണ്, ഗോദാവരി നദിയിലാണ്. അപ്പോൾ ഗോദാവരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് കാലേശ്വരം ഡാം, ശ്രീറാം സാഗർ ഡാം, നിസാം സാഗർ ഡാം, പോളാവാരം ഡാം, ജേക്കുവാടി ഡാം. പോളാവാരം ഡാം ആന്ധ്രാപ്രദേശിലാണ്, ജേക്കുവാടി ഡാം മഹാരാഷ്ട്രയിലാണ്. ജേക്കുവാടി ഡാം ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനിയും ഗോദാവരിയുടെ പോഷക നദികൾ നമ്മൾ പഠിച്ചു. ഗോദാവരി നദി വന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. 2 ഡിസ്ട്രിബ്യൂട്ടറികളായിട്ട് വേർതിരിഞ്ഞിട്ടാണ്, 2 കൈവഴികളായിട്ട് വേർതിരിഞ്ഞിട്ടാണ്. ആ കൈവഴികളുടെ പേരുകളാണ് വസിഷ്ഠ, ഗൗതമി എന്നിവ. അപ്പോൾ വസിഷ്ഠയും ഗൗതമിയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോദാവരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട 2 ഡിസ്ട്രിബ്യൂട്ടറികളാണ്, കൈവഴികളാണ് വസിഷ്ഠയും ഗൗതമിയും എന്ന് പറയുന്നത്. അപ്പോൾ ഗോദാവരിയുടെ ഒറിജിൻ എവിടെയായിരുന്നു? ഗോദാവരിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക മലനിരകളിൽ നിന്നാണ്. ആ ത്രയംബക മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച കിഴക്ക് വശത്തേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന ഉപദ്വീപീയ നദിയാണ് ഏത്? ഗോദാവരി എന്ന് പറയുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപദ്വീപീയ നദിയായിട്ടുള്ള കൃഷ്ണ നദിയെ പറ്റി നമുക്ക് പഠിക്കാം. കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. 1400 കിലോമീറ്റർ നീളമാണ്. 1400 കിലോമീറ്റർ നീളമാണ് ഏത് നദിക്കുള്ളത്? കൃഷ്ണ നദിക്കുള്ളത്. കൃഷ്ണയുടെ ചില വിശേഷണങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ആന്ധ്രാഗംഗ, അർദ്ധഗംഗ ചേർത്ത് വെച്ച് പഠിക്കണം.
തെലുങ്ക് ഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, ആന്ധ്ര ഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചു വൃദ്ധഗംഗ. വൃദ്ധഗംഗ ആരുടെ പേരായിരുന്നു? ഗോദാവരിയുടെ പേരായിരുന്നു. ആന്ധ്ര ഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ ആരുടെ പേരുകളാണ്? കൃഷ്ണ നദിയുടെ പേരുകളാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. നീളം എത്രയാണ്? 1400 കിലോമീറ്റർ. നീളം എത്രയാണ്? 1400 കിലോമീറ്റർ ആണ്. ഇനിയും കിഴക്ക് വശങ്ങളിലേക്ക് തന്നെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത്? കൃഷ്ണ എന്ന് പറയുന്നത്. ഗോദാവരിയുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോദാവരി 1 എന്ന ആൻസർ വരുന്ന കുറെ പോയിന്റുകൾ, അതിനെല്ലാം 2 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കൃഷ്ണയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ്. ഇനിയും കിഴക്ക് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏത് തന്നെയാണ്? കൃഷ്ണ തന്നെയാണ്. ഇനിയും വിജയവാഡ എന്ന് പറയുന്ന സ്ഥലം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിക്കും. അത് കൃഷ്ണ നദിയുടെ തീരത്താണ്. കൃഷ്ണയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരമാണ് വിജയവാഡ എന്ന് പറയുന്നത്. ഭീമ, തുംഗഭദ്ര, മുസ്സി, കൊയ്ന, ഭീമ, തുംഗഭദ്ര, മുസ്സി, കൊയ്ന, ഗൗഡപ്രഭ, മാലപ്രഭ ഇതെല്ലാം ആരുടെ പോഷക നദികളാണ്? ഇതെല്ലാം കൃഷ്ണയുടെ പോഷക നദികളാണ്. അപ്പോൾ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര, മുസ്സി, കൊയ്ന, ഗൗഡപ്രഭ, മാലപ്രഭ തുടങ്ങിയ നദികൾ. അതിൽ തുംഗഭദ്ര നമുക്ക് പഠിക്കണം. തുംഗഭദ്ര കർണാടകയിലെ ഹംപി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസ്സി നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണ്? മുസ്സി നദിയുടെ തീരത്താണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കൊയ്ന നദിയെ വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മഹാരാഷ്ട്രയുടെ ജീവരേഖ. അപ്പോൾ ഭീമ, തുംഗഭദ്ര, മുസ്സി, കൊയ്ന, ഗൗഡപ്രഭ, മാലപ്രഭ ഇതെല്ലാം ആരുടെ പോഷക നദികളാണ്? ഇതെല്ലാം കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഇനിയും കൃഷ്ണ നദിയിലുള്ള പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഒന്ന് നാഗാർജുന സാഗർ ഡാം. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ ഒന്നാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായിട്ടാണ്. സ്ഥിതി ചെയ്യുന്ന നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? അത് കൃഷ്ണ നദിയിലാണ്. രണ്ടാമത്തെ ഡാമാണ് ശ്രീശൈലം ഡാം. ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ പേരാണ് ശ്രീശൈലം ഡാം. അൽമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്. എന്നാൽ സ്റ്റേറ്റ് കർണാടകയാണ്. കർണാടകയിൽ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് അൽമാട്ടി ഡാം. അങ്ങനെ കൃഷ്ണ നദി കിഴക്ക് വശത്തേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അപ്പോൾ കൃഷ്ണ നദിയുടെ ഉത്ഭവം എവിടെയായിരുന്നു? കൃഷ്ണ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച കിഴക്ക് വശത്തേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന ഉപദ്വീപീയ നദിയാണ് ഏത്? കൃഷ്ണ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഉപദ്വീപീയ നദിയാണ് കാവേരി എന്ന് പറയുന്ന നദിയാണ്. കാവേരിയുടെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓപ്ഷൻ ആയിട്ട് വരുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകൾ എന്നാണ്. മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ കർണാടകയിലെ കുടക് തന്നെയാണ് കൂർഗ് ജില്ലയിലെ തലക്കാവേരിയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ആ കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരിയുടെ നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. കാവേരി നദിയുടെ നീളം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 800 കിലോമീറ്റർ ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. PSC മത്സര പരീക്ഷകളിലെ ദക്ഷിണ ഗംഗ ഉറപ്പിച്ചു പഠിക്കണം. ദക്ഷിണ ഗംഗ ആരാണ്? കാവേരിയാണ്. ആന്ധ്ര
മഹാഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ ആരുടെ പേരുകളായിരുന്നു? കൃഷ്ണയുടെ പേരുകളായിരുന്നു. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനിയും ഈ കാവേരി നദി ഒഴുകുന്നത് പ്രധാനമായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ്. ഒന്ന് കർണാടക, രണ്ട് തമിഴ്നാട്. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജീവരേഖ, തമിഴ്നാടിന്റെയും കർണാടകയുടെയും ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കാവേരിയാണ്. ഈ കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാം നിലവിൽ വരുന്നത് കാവേരി നദിയിലാണ്. ഏടെ 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ എന്ന് പറയുന്ന ചോള രാജാവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാം നിർമ്മിച്ചത്. കല്ലണൈ ഡാം അല്ലെങ്കിൽ അതിന്റെ പേരാണ് ഗ്രാൻഡ് ഡാം എന്ന് പറയുന്നത്. കല്ലണൈ ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. തമിഴ്നാടാണ് നിലവിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡാമായിട്ടുള്ള കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. സ്റ്റേറ്റ് കർണാടകയിലെ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് കൃഷ്ണരാജസാഗർ ഡാം എന്ന് പറയുന്നത്. മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ശിവസമുദ്രം. ആ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലാണ്. സ്റ്റേറ്റ് ഏതാണ്? സ്റ്റേറ്റ് കർണാടകയിലാണ്. ഇനിയും കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ, അതിൽ കേരളവുമായി ബന്ധപ്പെട്ട 3 പോഷക നദികൾ നിങ്ങൾക്കറിയാം. കബനി, ഭവാനി, പാമ്പാറ്. ചേർത്ത് വെച്ച് പഠിക്കണം. അമരാവതി, അർക്കാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ. ഇതെല്ലാം ആരുടെ പോഷക നദികളാണ്? ഇതെല്ലാം ആ കാവേരി നദിയുടെ പോഷക നദികളാണ്. ഇനിയും കാവേരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഒന്ന് ശ്രീരംഗപട്ടണം, കർണാടകയിലെ ശ്രീരംഗപട്ടണം. മൈസൂര്, കുടക്. ഈ 3 സ്ഥലങ്ങളും കർണാടകയിലാണ്. കർണാടകയിലെ മൈസൂര്, ശ്രീരംഗപട്ടണം, കുടക്. തമിഴ്നാട്ടിലെ ഈറോഡ്, മേട്ടൂര്, സേലം, തഞ്ചാവൂര്, തിരുച്ചിറപ്പള്ളി. ഇതെല്ലാം ഏത് നദിയുടെ തീരത്താണ്? കാവേരിയുടെ തീരത്താണ്. അപ്പോൾ കാവേരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ശ്രീരംഗപട്ടണം, മൈസൂര്, കുടക്, ഈറോഡ്, മേട്ടൂര്, സേലം, നാമക്കൽ കൂടിയുണ്ട്. തഞ്ചാവൂരുണ്ട്, തിരുച്ചിറപ്പള്ളി. ഇതെല്ലാം ഏത് നദിയുടെ തീരത്താണ്? കാവേരിയുടെ തീരത്താണ്. ഇനി കിഴക്ക് വശത്തേക്ക് ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി എന്ന് പറയുന്നത്. വളരെ ചുരുക്കം പോയിന്റുകൾ മാത്രമേ നമുക്ക് മഹാനദിയെ പറ്റി പഠിക്കാനുള്ളൂ. മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്, മഹാനദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ്. നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി എന്ന് പറയുന്നത്. 857 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം. മഹാനദിയുടെ ആകെ നീളം ചോദിച്ചാൽ 857 കിലോമീറ്റർ ആണ്. ഛത്തീസ്ഗഡിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയിൽ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാനദിയാണ്. ഛത്തീസ്ഗഡിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മഹാനദിയാണ്. ഇനി മഹാനദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കട്ടക്ക് എന്ന് പറയുന്നത്. കട്ടക്ക്, സാമ്പൽപൂര്, പുരി തുടങ്ങിയ നഗരങ്ങൾ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാനദിയുടെ തീരത്താണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടിന്റെ പേര് ഹിരാകുഡ് ഡാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാകുഡ് ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടിന്റെ പേര് ഹിരാകുഡ്. ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. ഇനി മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ. ഇബുണ്ട്, ടെല്ലുണ്ട്, ഷിയോനാഥ്.
ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നദി, സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നദിയാണ് ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നദിയാണ് ഷിയോനാഥ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനദിയെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ്. അങ്ങനെ കിഴക്ക് വശത്തേക്ക് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന ഉപദ്വീപീയ നദിയാണ് ഏതാ മഹാനദി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉപദ്വീപീയ നദികളെ പറ്റിയാണ്. ഉപദ്വീപീയ നദികളിൽ കിഴക്ക് വശത്തേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളായ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയ നദികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.